തമിഴ്നാടിനും DMDK സ്ഥാപക പ്രസിഡന്റുമായ വിജയകാന്ത് അന്തരിച്ചു. 71 വയസ്സായിരുന്നു. കോവിഡ് ബാധിച്ച് ചികിത്സയിലിരിക്കെ ചെന്നൈയിലായിരുന്നു അന്ത്യം. പുരട്ചി കലൈഞ്ചർ എന്നായിരുന്നു ആരാധകർക്കിടയിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. 154ഓളം സിനിമകളിൽ വേഷമിട്ടു. 1979 പുറത്തിറങ്ങിയ ഇനിക്കും ഇളമൈ ആയിരുന്നു ആദ്യ ചിത്രം. പ്രിയ നേതാവിന്റെ വിയോഗ വാർത്തയോട് ഏറെ വൈകാരികമായാണ് ആരാധകരും പ്രവർത്തകരും പ്രതികരിച്ചത്. எங்களை பிடிச்சு போச்சு. கேப்டன் அழகு வர வேதனை. முடியாது எங்களை பிடிச்சு போச்சு. DMDK ആസ്ഥാനത്ത് നിന്ന് മനേഷ് മൂർത്തി. മനേഷ്, ചിലപ്പോൾ ഈ കരച്ചിലൊക്കെ കാണുമ്പോൾ നമ്മൾ മലയാളികൾ കളിയാക്കാറുണ്ട്, ഓരോന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട്. അങ്ങനെയല്ല, മനസ്സിലുള്ള സങ്കടം അങ്ങനെ പുറത്തേക്ക് കള്ളമില്ലാതെ കളങ്കമില്ലാതെ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നതാണ് തമിഴർ എന്ന് നമ്മൾ ജയലളിതയുടെ മരണസമയത്തൊക്കെ നമ്മൾ കണ്ടവരാണ്. മനസ്സിൽ കള്ളമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ആ കരച്ചിൽ പുറത്തേക്ക് വരുന്നതും. ഏത് രീതിയിൽ തലൈവരെ യാത്രയാക്കാൻ ഒരുങ്ങുന്നു? ഒരു മനുഷ്യസാഗരം ഇതിനോടകം തന്നെ DMDK ആസ്ഥാനത്ത് രൂപപ്പെട്ട് കഴിഞ്ഞോ മനേഷ്? ഹാഷ്മി, പുരട്ചി കലൈഞ്ചർ എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ MGRന്റെ പാത പിന്തുടർന്ന് സിനിമയും അതിനുശേഷം രാഷ്ട്രീയവും എന്ന് പറയുന്ന ആ ഒരു പാതയിലേക്ക് എത്തിയ വിജയകാന്തിനെ ഒട്ടും എവിടെയും നിരാശപ്പെടുത്തിയിരുന്നില്ല തമിഴകം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന് വീരോചിതമായ യാത്രയയപ്പ് നൽകാൻ തന്നെയാണ് ആ ആരാധകരെല്ലാം ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. നമുക്ക് കാണാം, അല്പസമയത്തിന് ശേഷം, അതായത് ഏകദേശം ഇവിടെ ഈ DMDK ആസ്ഥാനത്തിനടുത്ത് എത്തിയിട്ടുണ്ട് വിലാപയാത്ര. അല്പസമയത്തിന് ശേഷം, അത് വളരെ സമയമെടുത്താണ്, നമുക്കറിയാം 10:15 സാലിഗ്രാമത്തിൽ നിന്നും ആ വിലാപയാത്ര പുറപ്പെട്ടത്. ഈ വരുന്ന വഴികളിലെല്ലാം സമാനമായ രീതിയിൽ ആരാധകരുണ്ടായിരുന്നു. അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഉള്ള ആരാധകരുടെ വലിയ കൂട്ടം ഉണ്ടായിരുന്നു. ആ വിലാപയാത്ര ഇവിടെ അല്പസമയത്തിന് ശേഷം ഇവിടെ എത്തിച്ചേരും, പരിസരത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങോട്ടേക്ക് എത്താൻ സാധിക്കുന്നില്ല. പ്രധാനപ്പെട്ട കാര്യം ആരാധകരുടെ ബാഹുല്യം തന്നെയാണ്. ഓരോ പോയിന്റുകളിലും കൃത്യമായി ആളുകൾ അദ്ദേഹത്തെ അവസാനമായി കാര്യങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ DMDK ആസ്ഥാനത്തിലേക്ക് വന്നാൽ ഇവിടെ കൃത്യമായി തന്നെ ഇവിടെയുണ്ട്. കാരണം ഏത് തരത്തിലും ഭരിതമായാണ് ആളുകൾ അദ്ദേഹത്തിന്റെ മരണത്തോട് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പരിധി വരെ അപ്രതീക്ഷിതം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ.